എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ വന്നത് നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് തോരൻ കറി വെച്ച് കൂട്ടിയാണ്. ഇപ്പോഴും കൂട്ടാറുണ്ട് ചില ആൾക്കാർ, നമ്മുടെ നാട്ടിലും കൂട്ടാറുണ്ട്. അന്നേരം ഇത് നമുക്ക് കൊച്ചമ്മയും ചോദിക്കാം. കൊച്ചമ്മ, ഇതെന്ത് കൊച്ചമ്മ? ഇതിന്റെ പേരൊന്ന് പരിചയപ്പെടുത്തേ. ഇതിന്റെ പേര് കൊടകാരം. കുടകാരം. പിന്നെന്ത് ഇതിനെ അറിയപ്പെടുന്നത്? ഇത് പീച്ചിങ്ങ എന്ന് പറയുന്നില്ല. അവര് ചേട്ടന്മാരെല്ലാം പണ്ട് പറയണത് പിന്നെ പീച്ചിങ്ങാന്ന് പറയും. നമ്മടെ അമ്മേലം പറഞ്ഞത് കൊടകാരാണ്. അത് കറി വെച്ച് പിന്നെ കാന്താരി പറങ്കിയും ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ അമ്മേലം ഞങ്ങക്ക് തന്നിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റ്. പിന്നെ അതിലോ കുറച്ച് ഉണക്കമീനും കൂടെ കൂട്ടിയാല് നല്ല അടിപൊളി സൂപ്പറായി. അങ്ങനത്തെ കറിയാണ് ഇത്. പണ്ടെല്ലാം ഇവര് തിന്നും, നമ്മളെല്ലാം കുറഞ്ഞു വന്നല്ലേ. ആരും അങ്ങനെ ഇപ്പൊ പയറും തൊമരയും പിന്നെ നല്ല പച്ചമീനെല്ലാം ആയതുകൊണ്ട് ഈനാരും മൈൻഡാക്കളെ. പിന്നെ ഇതെല്ലാം കൂട്ടി ഇപ്പം കുറച്ച് ആൾക്കാരെല്ലാം കൂട്ടുന്നുണ്ട് ഇങ്ങനെ നട്ടു വളർത്തിയിട്ട്. നമ്മളിപ്പോ അങ്ങനെ തിന്നലൊന്നും ഇല്ല. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാ തിന്നാൻ നല്ല കുഴപ്പമൊന്നും ഇല്ലാതെ. നല്ല രീതിയിൽ എങ്ങനെ ആക്കുന്നത്? ഇത് നല്ല രീതിയിൽ കുറച്ച് തേങ്ങയും ചിരണ്ടിയിട്ട് തേങ്ങ എല്ലാം അരച്ചു കൂട്ടി കറി വെക്കുകയാണെങ്കിൽ നല്ല രുചിയുണ്ടാവും. ചാറ് വെച്ച് കൂട്ടണം. ഇങ്ങനെ ഇങ്ങനെ ചാറെല്ലാം വെച്ച് കൂട്ടുവാണെങ്കിൽ നല്ല രുചിയാണ്. പക്ഷെ ഇപ്പൊ ആരും ഇത് കറി വെക്കളെ. പണ്ടെല്ലാം നല്ല അമ്മയെല്ലാം കറി വെച്ച് തന്നിട്ടുണ്ട് ഞങ്ങക്ക്. എന്റെ അമ്മയെല്ലാം ഇത് പണ്ട് കറി വെച്ച് തന്നിട്ടുണ്ട്. അന്നേരം ആ കാലെല്ലാം മറന്നുപോയി. എനിക്ക് ഇപ്പൊ സങ്കടം തന്നെ ഇത് കാണുമ്പോ. അതുപോലത്തെ ജീവിതമെല്ലാം ഉണ്ടായില്ലേ. കുടകാരം മാത്രം കൂട്ടി കൊറേ കഞ്ഞിയെല്ലാം കുടിച്ചിട്ടുണ്ടല്ലേ. ഇതാണ് കുടകാരം. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഉണങ്ങി കഴിഞ്ഞാ പണ്ട് ഞങ്ങൾ ചെയ്ത ഇത് ഉണങ്ങി കഴിഞ്ഞാൽ വേണ്ടല്ലോ, ഇത് കത്തിച്ചിട്ട് ഓടാവാ ഇങ്ങനെ ഭയങ്കര പുകയാവും. അന്നേരം ഇത് പിന്നെ കാല് കഴുകാനെല്ലാം എടുക്കൂലേ, ഇതിന്റെ ചകിരി സോപ്പിട്ട് മേലെല്ലാം കഴുകാൻ വേണ്ടി. അന്നേരം ഇതെല്ലാം കത്തിച്ച് നമ്മ ഓടിയൊരു ഓർമ്മയെന്ന് നമുക്ക് വരുന്നത്. ഇതാണ് കുടകാരം പിന്നെ പീച്ചിങ്ങ, രണ്ട് പേരാണ് കേട്ടാ. അന്നേരം വന്നു കഴിഞ്ഞാ നമുക്ക് ആർക്കെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ ഇത് കേട്ടാ. ഇത് പിന്നെ ഇവിടെ കാസർഗോഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചന്തക്കടയിൽ വെച്ചിട്ട് വെക്കുന്ന ഇതിന്റെ പഞ്ഞി, ഇതിന്റെ അടിയിലത്തെ പഞ്ഞി എടുത്തിട്ട് പിന്നെ അവര് സോപ്പിട്ട് കഴുകാൻ വേണ്ടിട്ട് തേക്കാൻ വേണ്ടിട്ട് മേല് തേക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ആ കുടകാരത്തിന്റെ അത് മൊത്തം കാണാം. നമുക്ക് ഇതാ മരത്തിന് മുകളിൽ വള്ളി പോലെ പോയതാണ്, കൊറേ ഉണ്ട്. ഇതാ ഇങ്ങനെ കുടകാരം തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.